ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാമിലാസ് ടേസ്റ്റി റെസിപ്പി. ഇന്ന് തയ്യാറാക്കുന്നത് തക്കാളിയും ഉരുളക്കിഴങ്ങും കൊണ്ട് നല്ല ടേസ്റ്റി ആയ ഒരു കറിയാണ്. നല്ല സിമ്പിളായ കറിയാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും പറ്റുന്നതാണിത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ചൂടായ ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത മല്ലിയും ഒരു 3 ഗ്രാമ്പും. ഇതൊക്കെ ഇടുന്ന സമയത്ത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങളിത് ഇതൊക്കെ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു 2 വറ്റൽമുളക് കീറിയത്, 2 ബേ ലീഫ്, ഇതൊന്ന് നമുക്ക് മൂപ്പിക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾ ലൈക്ക് ചെയ്താൽ എൻ്റെ വീഡിയോന് നല്ലൊരു റീച്ച് കിട്ടും, പ്ലീസ്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി, ഒരു 2 പച്ചമുളക് ചെറിയത്, അതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും കൂട്ടാണ്ട് 2 തക്കാളി മാത്രം അരച്ചതാണിത്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മൂപ്പിക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി ഇട്ടിട്ട് ഒന്ന് തിളച്ചിട്ടൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെ ഒക്കെ ഒരു കുത്തുന്നൊരു പച്ചമണം ഉണ്ടല്ലോ, അതൊക്കെ മാറി വരട്ടെ. അങ്ങനെ നമ്മുടെ തക്കാളിയെല്ലാം ഇട്ടത് സ്പൈസസ് എല്ലാം ഒന്ന് വാടി ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ ഒക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2-3 മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കണം. അങ്ങനെ ഒരു 2 മിനിറ്റ് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 മീഡിയം വലിപ്പമുള്ള പൊട്ടറ്റോ ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതൊരു 2 വിസിൽ വരെ ആക്കിയെടുത്തതാണ്. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയ വെള്ളം ഉണ്ടല്ലോ, അതും പിന്നെ അതേപോലെ അതിൻ്റെ കൂടെ 1 കപ്പ് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുകുന്ന സമയത്ത് തന്നെ ഉപ്പിട്ടിരുന്നു. അപ്പോൾ നമ്മളുടെ ഉപ്പ് ഇതും കൂടി ആഡായി ജോയിൻ ആയതിന് ശേഷം നമ്മൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ 1 കപ്പ് കൂടി ചൂടുവെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ലൂസിലാണ് വേണ്ടത് ഈ ഒരു കറി. കാരണം അത് തണിയുന്ന സമയത്ത് ഒരു തിക്കായി വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, പച്ചവെള്ളം ഒഴിക്കരുത്. ഇതിനെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണിത്. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ. Thank you for watching.